പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വയനാട്ടിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനത്തിനിരയായ പെൺകുട്ടി കഴിഞ്ഞ ഡിസംബറിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചു. KCYM മാനന്തവാടി രൂപത കോർഡിനേറ്റർ സിജോ ജോർജാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. വയനാട്ടിൽ +2 വിദ്യാർത്ഥിനിയായ 17 വയസ്സുകാരി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ 28/12/2016 പ്രസവിച്ചത്. കുട്ടിയെ 18 വയസ്സാകുമ്പോൾ വിവാഹം കഴിക്കാമെന്ന പീഡിതയുടെ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് നവജാത ശിശുവിനെ കോഴിക്കോട് സഭയ്ക്ക് കീഴിലെ ഒരു കോൺവെന്റിൽ പാർപ്പിക്കുകയായിരുന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടിയെ KCYM കോർഡിനേറ്റർ എന്ന നിലയിൽ അഭിനന്ദിച്ചു തുടങ്ങിയ അടുപ്പം മുതലെടുത്ത് പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് കൽപ്പറ്റ DYSP മുഹമ്മദ് ഷാഫി പറഞ്ഞു. കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്വേഷണം നടക്കുകയാണ്. പോക്സോ പ്രകാരമാണ് കേസ്. അതെ, പോക്സോ പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തും. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ രേഖപ്പെടുത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമം, പോക്സോ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കൊച്ചി മറൈൻ ഡ്രൈവിൽ ശിവസേനയുടെ സദാചാര ഗുണ്ടായിസം. മറൈൻ ഡ്രൈവിൽ ഒന്നിച്ചിരുന്ന യുവതീ-യുവാക്കളെ ശിവസേന പ്രവർത്തകർ ചൂരലുമായെത്തി അടിച്ചോടിച്ചു. വൈകുന്നേരങ്ങളിൽ നിരവധി പേർ വിശ്രമിക്കാനെത്തുന്ന സ്ഥലത്തായിരുന്നു ശിവസേനയുടെ അഴിഞ്ഞാട്ടം. സംഭവത്തെ തുടർന്ന് ശിവസേന ജില്ലാ പ്രസിഡന്റ് ദേവൻ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 20ഓളം പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. പെൺകുട്ടികൾക്കെതിരായ അതിക്രമം തടയുക, മറൈൻ ഡ്രൈവിലെ കൊടചൂടി പ്രേമം നിർത്തലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ശിവസേന പ്രവർത്തകർ മറൈൻ ഡ്രൈവിലേക്ക് മാർച്ച് നടത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ഈ സമയം മറൈൻ ഡ്രൈവിൽ ഒരുമിച്ചിരിക്കുകയായിരുന്ന യുവതീ-യുവാക്കൾക്ക് നേരെ ശിവസേന പ്രവർത്തകർ പാഞ്ഞെടുക്കുകയായിരുന്നു. അസഭ്യവാക്കുകൾ ചൊരിഞ്ഞ് ചൂരലുപയോഗിച്ച് അടിച്ച് യുവതീ-യുവാക്കളെ ശിവസേന പ്രവർത്തകർ വിരട്ടിയോടിച്ചു. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനായി നിരവധി പേർ വന്നെത്തുന്ന സ്ഥലത്താണ് ശിവസേന പ്രവർത്തകർ അഴിഞ്ഞാടിയത്. സംഭവത്തെ തുടർന്ന് 5 ശിവസേന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജി പറഞ്ഞു. അതിന് ശക്തമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ നേതൃത്വം കൊടുത്ത നേതാവടക്കമുള്ള ആൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ശിവസേന ജില്ലാ പ്രസിഡന്റ് ദേവൻ, കുഞ്ഞുമോൻ, രതീഷ്, വിനീഷ്, ലെനിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട 20ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്ന് വാളയാർ SIയെ ഒഴിവാക്കി. കേസന്വേഷണ ചുമതല പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP MJ സോജന് കൈമാറി. ആദ്യ കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച ഉണ്ടായോ എന്ന് സംഘം പരിശോധിക്കും. പ്രതികൾക്ക് മേൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചു. ഉത്തരമേഖല DGP രാജേഷ് ദിവാന്റെ നിർദ്ദേശപ്രകാരമാണ് കേസന്വേഷണ ചുമതല പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP MJ സോജന് കൈമാറിയത്. മൂത്ത കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ വാളയാർ SI PC ചാക്കോയ്ക്ക് വീഴ്ച പറ്റിയെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ പുതിയ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. കേസിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ASP G പൂങ്കുഴലി, പ്രത്യേക സംഘത്തെ നയിച്ച ഹേമാംബിക നഗർ CI പ്രേമാനന്ദകൃഷ്ണൻ എന്നിവർ പുതിയ ടീമിൽ തുടരും. ആദ്യ മരണം അന്വേഷിക്കുന്നതിൽ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്നും പുതിയ സംഘം അന്വേഷിക്കും. ഇതിന്റെ റിപ്പോർട്ട് 3 ദിവസത്തിനകം പാലക്കാട് SPയുടെ ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയ്ക്ക് കൈമാറണം. പ്രതികൾക്ക് മേൽ പോക്സോ വകുപ്പ് കൂടാതെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മൂത്ത കുട്ടിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും കൊലപാതകം തെളിയിക്കുന്ന സൂചനകളൊന്നും കണ്ടെത്താനായിട്ടില്ല. 2 മരണവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയാവും പുതിയ സംഘത്തിന്റെ വെല്ലുവിളി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാറിൽ സഹോദരിമാരുടെ അസ്വാഭാവിക മരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്നുകൂടി അന്വേഷിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് വീഴ്ച സംഭവിച്ചതുകൊണ്ടല്ല, മറിച്ച് സംഭവത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലാ ശിശുക്ഷേമ സമിതി വയനാട് ജില്ലയുടെ അധിക ചുമതല ഏറ്റെടുത്തു. വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ വയനാട് ശിശുക്ഷേമ സമിതി മരവിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കോഴിക്കോട് CWCക്ക് അധിക ചുമതല നൽകിയത്. വയനാട് ജില്ലാ അധ്യക്ഷനായിരുന്ന ഫാദർ തോമസ് തേരകത്തെയും സമിതി അംഗം സിസ്റ്റർ ബെറ്റി ജോസിനെയും സർക്കാർ നീക്കം ചെയ്യുകയും മറ്റ് 3 അംഗങ്ങളെ താൽക്കാലികമായി മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതിനിടെ ഫാദർ തോമസ് തേരകത്തിന്റെയും ബെറ്റി തോമസിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൽപ്പറ്റ കോടതി നാളത്തേക്ക് മാറ്റിവെച്ചു. കൊട്ടിയൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതി റോബിൻ വടക്കഞ്ചേരിയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പ്രോസിക്യൂട്ടർ സത്യവാങ്മൂലം നൽകാത്തതിനാലാണ് നാളത്തേക്ക് കേസ് മാറ്റിയത്.
കൊട്ടിയൂരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ വൈദികൻ റോബിൻ വടക്കുംചേരിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രോസിക്യൂട്ടർ നൽകിയ കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം സത്യവാങ്മൂലം നൽകിയില്ലെന്ന കാരണത്താൽ സമയം നീട്ടി നൽകുകയായിരുന്നു. പിന്നീട് സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും പ്രതിഭാഗം മറുപടി കേൾക്കണമെന്ന ആവശ്യമുന്നയിച്ചപ്പോൾ അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രോസിക്യൂട്ടർ ജോൺസണിന് കൊട്ടിയൂർ ഇടവകയുമായി അടുത്ത ബന്ധമുണ്ടെന്നും പ്രതിഭാഗത്തിന് വേണ്ടി മനഃപൂർവ്വം സത്യവാങ്മൂലം വൈകിപ്പിച്ചതാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. അതേസമയം ക്രിസ്തുരാജ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ആൻസി മാത്യു, ഗൈനക്കോളജിസ്റ്റ് ടെസ്സി, പീഡിയാട്രീഷ്യൻ ഹൈദരലി എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ഈ മാസം 14 മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ആലുവ ബിനാനിപുരത്ത് 3ഉം 7ഉം വയസ്സുള്ള പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായി. സംഭവത്തിൽ അയൽവാസി ഉണ്ണി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ മുപ്പത്തടത്താണ് സംഭവം. 3ഉം 7ഉം വയസ്സുള്ള സഹോദരിമാരാണ് അയൽവാസിയുടെ പീഡനത്തിനിരയായത്. കാരത്തോഴി സ്വദേശി 52-കാരനായ ഉണ്ണി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിലാണ് ഉണ്ണി തോമസ് പെൺകുട്ടികളെ ഇയാളുടെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചത്. തുടർന്ന് പലതവണ ഇയാൾ പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചു. ഇതിനിടെ കുട്ടികൾക്ക് അണുബാധയുണ്ടായി. ഉണ്ണി തോമസിന്റെ ഭീഷണിയെ തുടർന്ന് കുട്ടികൾ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. പിന്നീട് സ്കൂളിൽ വെച്ച് അധ്യാപികയോട് കുട്ടികൾ വിവരം പറയുകയായിരുന്നു. അധ്യാപിക ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് പെൺകുട്ടികളുടെ വിശദമായ മൊഴിയെടുത്തു. തുടർന്ന് ആലുവ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉണ്ണി തോമസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അയൽവാസികളായ 2 കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കുട്ടികളുടെ മെഡിക്കൽ പരിശോധന മറ്റൊരു നടത്തിയിട്ടുള്ളതാണ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 376 IPC പിന്നെ പോക്സോ 7 and 8 പ്രകാരമുള്ള വകുപ്പാണ് ചാർജ് ചെയ്തത്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. ജോലി വാഗ്ദാനം ചെയ്ത് ഖത്തറിലെത്തിച്ച യുവതിയുടെ കുളിക്കുന്ന രംഗങ്ങൾ പകർത്തി പുറത്തുവിടുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത 100-ലധികം പേർക്ക് തന്നെ കാഴ്ചവെച്ചെന്ന് യുവതി കൈരളി പീപ്പിളിനോട് വെളിപ്പെടുത്തി. കായംകുളം സ്വദേശിനിയായ യുവതി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സംഭവത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കാൻ കമ്മീഷണർ ഉത്തരവിട്ടു. കൊല്ലം സ്വദേശികളായ ഗുലാമിയും അനിമോനും ചേർന്ന് ജോലി വാഗ്ദാനം ചെയ്ത് ഖത്തറിലെത്തിക്കുകയും ഫ്ളാറ്റിൽ വെച്ച് കുളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവരുടെ ഡ്രൈവറിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി വീണ്ടും തന്നെ 100-ലധികം പേർക്ക് കാഴ്ചവെച്ചുവെന്നും 1.5 മാസക്കാലം തന്നെ ഫ്ളാറ്റിലെ മുറിയിൽ അടച്ചിട്ടാണ് ക്രൂര ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമാക്കിയതെന്നും യുവതി വെളിപ്പെടുത്തി. ഞാൻ കുളിച്ചിറങ്ങിയതിന്റെ പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് ഈ കുളിസിയും കാണിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ ഈ നിൽക്കുന്ന സാലിഹ് എന്ന് പറഞ്ഞ പയ്യനാണ്, അവനുമായിട്ട് ഇതായില്ലെങ്കിൽ ഞങ്ങളിതെല്ലാം യൂട്യൂബിലിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു നിൽക്കലേ അല്ല, ഇയാൾ റൂമിൻ്റെ കതക് അടയ്ക്കുകയും പല രീതിയിൽ എന്നെ ഇതാക്കുകയും ചെയ്തു. അതെല്ലാം ഇദ്ദേഹം വീഡിയോ പിടിച്ചത് ഞാൻ അറിഞ്ഞില്ല. 2-3 വട്ടം കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി 2 ദിവസമൊക്കെ റൂമിലിരുന്ന് കരയുകയൊക്കെ ചെയ്തെങ്കിലും ഇവരുടെ ഇതിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ 1 മാസം 10-100ഓളം പേര് എന്നെ ഇതാക്കി. അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നതിൻ്റെ അന്ന് എന്നെ ഇവർ നാട്ടിലേക്ക് കയറ്റിവിട്ട് 15-ാം വയസ്സിലും തുടർന്ന് 16-ാം വയസ്സിലും 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ തന്നെ 17-ാം വയസ്സിൽ തന്നെ ഉപേക്ഷിച്ച് ഭർത്താവ് മറ്റൊരു യുവതിയുമായി ഒളിച്ചോടിയെന്ന് യുവതി പറഞ്ഞു. തന്റെ അവസ്ഥ മനസ്സിലാക്കിയ വിഭാര്യനായ യുവാവ് ജീവിതം തിരികെയും ഒരുമിച്ച് മാന്യമായി ജീവിക്കുമ്പോൾ അതിനെ അനുവദിക്കാതെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഖത്തറിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും യുവതി പറഞ്ഞു. ഇപ്പോൾ എല്ലാം പ്രശ്നത്തിൽ ഇവരെത്തിക്കാൻ നോക്കുക. ഇനിയും ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അതും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് തിരിയണമെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരയെ കെണിയിൽ കുടുക്കി ലക്ഷക്കണക്കിന് രൂപയാണ് ഒരുപക്ഷെ ഈ പ്രതികൾ സമ്പാദിച്ചിരിക്കുക. അതേസമയം ഒരു യുവതിയുടെ ജീവിതം താറുമാറായതിന്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. ജിഷ്ണു പ്രണോയിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ജിഷ്ണുവിന്റെ നഷ്ടവും കുടുംബത്തിനുണ്ടായ പ്രയാസവും അപരിഹാര്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയുമായി തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ വ്യക്തമാക്കി. നീതിക്കായുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷമാണ് മാതാപിതാക്കളായ മഹിജയും അശോകനും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത്. ജിഷ്ണുവിന്റെ നഷ്ടവും കുടുംബത്തിനുണ്ടായ പ്രയാസവും അപരിഹാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിയമപരമായി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി അവർക്ക് നൽകി. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ പറഞ്ഞു.
മുഖ്യമന്ത്രിയുമായി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടതെന്നും അവർ പറഞ്ഞു. അനുവദിക്കാത്ത പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് തന്നെ വന്നിട്ടുള്ളത്. ജിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ജിഷ്ണു ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അദ്ദേഹമാണ് പിണറായി. അവർ ഞങ്ങളെ വീട്ടിലേക്ക് എന്നും വരാവുന്നതാണ്. അതൊരു തെറ്റിദ്ധാരണ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് വരാൻ കാരണം. 5 ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനവും മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകി. ആദ്യഘട്ടത്തിൽ കേസന്വേഷണം അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചവർ, കൃഷ്ണദാസിന് ജാമ്യം ലഭിക്കാൻ കാരണക്കാരനായ DGP മല്ലേരി ശ്രീധരൻ നായർ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. കൃഷ്ണദാസിന്റെ ജാമ്യത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായും മഹിജയും അശോകനും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മോദിയുടെ പരിപാടിയിൽ തട്ടമിട്ട ജനപ്രതിനിധിക്ക് വിലക്കേർപ്പെടുത്തി. വയനാട് മൂപ്പിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാനത്തിനെയാണ് ഗുജറാത്തിൽ നടന്ന പരിപാടിയിൽ നിന്നും വിലക്കിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഷഹർബാനത്തിനെ തട്ടമിട്ടവർ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ഗുജറാത്ത് സർക്കാരുമായി സഹകരിച്ച് അഹമ്മദാബാദിൽ സ്വച്ഛ് ശക്തി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ നടത്തിയ ക്യാമ്പിൽ മോദിയുടെ ഗുജറാത്ത് മോഡലിന്റെ വിശദീകരണമായിരുന്നു നടന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ലധികം വനിതാ ജനപ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വയനാട്ടിലെ മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ ഷഹർബാനത്തിനെ സംഘാടകർ തടഞ്ഞു. തട്ടമിട്ടവരെ ചടങ്ങിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ തടഞ്ഞതെന്ന് ഷഹർബാനത്ത് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അത് സംഭവം എന്താണെന്ന് ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് കയറുമ്പോഴേ കറുത്ത മസ്ക ധരിക്കണ്ട എന്നുള്ള രീതിയിൽ കറുത്ത തലയിലിടുന്ന മസ്ക ഉണ്ടല്ലോ. അതെ. അപ്പൊ അത് ഇട്ടിട്ട് കയറണ്ട. എന്നിട്ടോ? അപ്പൊ അവര് പറഞ്ഞത് ഇട്ടിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തലേന്ന് ഊരിച്ചു അതവിടെ വാങ്ങി വെച്ചു. തട്ടമിട്ടെത്തിയ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വനിതാ ജനപ്രതിനിധികളെയും സംഘാടകർ തടഞ്ഞിരുന്നു. പിന്നീട് കേരള പ്രതിനിധികൾ വലിയ പ്രതിഷേധമുയർത്തിയതോടെയാണ് സംഘാടകർ ഇവരെ കടത്തിവിടാൻ തയ്യാറായത്. വനിതാ ദിനത്തിൽ തന്നെ വനിതാ ജനപ്രതിനിധികളുടെ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. മറ്റൊരു നിർണായക വാർത്തയിലേക്ക്. വിജിലൻസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. അഴിമതിക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, അഴിമതിക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് വിജിലൻസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനാണോ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്? മറ്റെന്തൊക്കെ നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയാണ് വിജിലൻസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിലപാടുകളും നടപടികളുമാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഉണ്ടായത്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കേസിന്റെ പ്രാഥമിക പരിശോധനാ വേളയിൽ തന്നെ ആരെയും കുറ്റക്കാരെന്ന് ചിത്രീകരിക്കേണ്ടതില്ല എന്ന് യോഗത്തിൽ പൊതുധാരണയെടുത്തു. ഒപ്പം കുറച്ചുകൂടി ശ്രദ്ധയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന ഒരു നിലപാടിലേക്ക് വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാപ്പ് കേസുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അഴിമതി പൊതുവിൽ പല ഘട്ടങ്ങളിലും വർദ്ധിക്കുന്നതാവുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. എന്നാൽ അഴിമതിക്ക് പൊതുവിൽ ശമനമുണ്ടാക്കുന്നതിനുള്ള ഒരു വിജിലൻസ് എന്ന ഒരു സംവിധാനത്തെ പേടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും പല ഓഫീസുകളിലും അഴിമതി വരുന്ന ഒരു കാര്യം കൂടി നടക്കുന്നു. പ്രത്യേകിച്ച് അത്തരം കേസുകളിൽ ട്രാപ്പ് പോലെയുള്ള കേസുകൾ ഇപ്പോൾ വിജിലൻസ് കുറച്ചുകൂടി കാര്യക്ഷമമായി കൈകാര്യം ചെയ്യണം. അതോടൊപ്പം തന്നെ നിലവിലുള്ള കേസുകളിൽ ചില കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചില പരാമർശങ്ങൾ വിജിലൻസിന് ഉണ്ടാവുന്നുണ്ട്. അത്തരം കേസുകളിൽ കോടതി വിധിക്ക് വിധേയമായി തന്നെ അന്വേഷണം നടത്തണം. ഒപ്പം SP, DYSP എന്നിവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിയമപരമായ അവകാശം പുതിയ ഡയറക്ടർ വന്നതിന് ശേഷം തലക്കെട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. എന്നാൽ മുമ്പ് അത് വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയോടുകൂടിയാണ് അത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. കേസുകൾ പല രൂപത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും അതിന് ഒരു കേന്ദ്രീകൃതമായ മേൽനോട്ടം വേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലേക്കും യോഗം എത്തിയിട്ടുണ്ട്. വ്യക്തമാണ്. എന്തായാലും വിജിലൻസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ തീരുമാനമായിരിക്കുന്നു. വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത്. വരണ്ടുണങ്ങുന്ന പ്രദേശത്തോടൊപ്പം ജീവിതം കഴിച്ചുകൂട്ടുന്ന ചിലരുണ്ട്.
സ്വതവേ വെള്ളം കുറവായ പ്രദേശത്തോട് മഴ കൂടി കനുവ് കാട്ടാതിരുന്നാൽ പിന്നീട് എന്തു ചെയ്യും? കോഴിക്കോട് വടകരയിലെ ഒരു ഗ്രാമം വേനലിൽ വെന്തുരുകുകയാണ്. കൊടുംവേനൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രദേശമാകെ. ഒരിറ്റു കുടിവെള്ളത്തിനായി ഒരുപാട് ദൂരം നടന്നു പോവേണ്ട അവസ്ഥയിലാണ് ഈ മലയ്ക്ക് മുകളിലായി താമസിക്കുന്ന 8ഓളം കുടുംബങ്ങൾ. പൊള്ളുന്ന വെയിൽ. ഈ വെള്ളമങ്ങ് എത്തിയിട്ട് വേണം അടുപ്പ് പുകയിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ. കോഴിക്കോട് വടകര മണിയൂർ പഞ്ചായത്തിലെ പുറ്റാരത്തുമലയിൽ താമസിക്കുന്ന 8ഓളം കുടുംബങ്ങളാണ് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ ദുരിതം പേറുന്നത്. വെള്ളം സ്വതവേ കുറവായ പ്രദേശം. വേനലായതോടുകൂടി ദുരിതം കൂടി. മഴവെള്ളം ശേഖരിച്ച് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ മഴയുമില്ല, വെള്ളവും. മഴവെള്ളം കൊണ്ടാ അധികവും കഴിയും. ഇതൊരു ടാങ്ക് കെട്ടിയിട്ട് ഡെയിലി വെള്ളം ഒരു 6 മാസം വരെ ഞങ്ങൾ അതെടുക്കും. അലക്കുവാൻ ഞങ്ങളിങ്ങനെ പറയൂ, ഇങ്ങനെ ഈ എടുക്കറി ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ അലക്കുവാനും ചെയ്യാം. കുന്നും മലയും താണ്ടിയാണ് ഒരു തുള്ളി വെള്ളം വീട്ടിലെത്തിക്കാൻ സാധിക്കുക. വെള്ളമില്ലാത്ത വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് എല്ലാ പണിയും കഴിഞ്ഞ് വെള്ളത്തിന് പോകണം. വീടിനു ചുറ്റുമുള്ള ചെടികളും മരങ്ങളും വെള്ളം കണ്ട് കാലം മറന്നു. തങ്ങളെപ്പോലെ മഴയ്ക്കായി മറ്റാരും കാത്തിരിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വെള്ളം ഇതുവരെയും എത്തിയിട്ടില്ല. കുടിവെള്ളത്തിനായി ഇനി എവിടെ കയറിയിറങ്ങണമെന്നും ഈ കുടുംബങ്ങൾക്ക് അറിയില്ല. ഈ വഴി താണ്ടിയാൽ മാത്രമാണ് ഇവിടുത്തുകാർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുക. വരണ്ടുണങ്ങിയ ഭൂമിയിൽ ഒരിറ്റു വെള്ളത്തിനായി കേഴുകയാണ് ഈ പ്രദേശം. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഹെഡ് ഓഫീസിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ഭക്ഷ്യ പൊതുവിതരണ സ്പെഷ്യൽ സെക്രട്ടറി മിനി ആന്റണി ചടങ്ങിൽ വനിതാ ദിന സന്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ SBT ചീഫ് ജനറൽ മാനേജർ കേശവ് കുമാർ സ്വാഗതം ആശംസിച്ചു. മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാർ നഗരത്തിലെ 21 സ്കൂളുകൾക്ക് ബാങ്ക് സംഭാവന ചെയ്ത കമ്പ്യൂട്ടറുകൾ കൈമാറി.